നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2030 വരെയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ ഇടവൻ രാശിക്കാരുടെ ഭാവിയെ കുറിച്ചാണ് വളരെ വിശദമായി സംസാരിക്കുന്നത്. 2026 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷക്കാലം ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ പ്രവചനങ്ങൾ ഏതൊക്കെയാണ്? ഭാവിയിൽ രാഹുകേതുക്കളുടെ സ്ഥാനമാറ്റം, വ്യാഴത്തിന്റെ അനുഗ്രഹം, 7.5 ശനി എന്നിവ നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ എന്തൊക്കെ വലിയ വഴിത്തിരിവുകളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ജ്യോതിഷ വിശകലനം ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആദ്യം തന്നെ നിലവിലെ നിങ്ങളുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങളുടെ രാശിപ്രകാരം വളരെ അനുകൂലമായ 11ാം ഭാവത്തിലാണ് ശനിദേവനുള്ളത്. അതോടൊപ്പം രാഹു നിങ്ങളുടെ 10ാം ഭാവത്തിലും, കേതു 4ാം ഭാവത്തിലും, വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ഭാഗ്യത്തിന്റെയും കരിയറിന്റെയും അധിപനായ ശനി ഭഗവാൻ ഇപ്പോൾ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വരാനിരിക്കുന്ന 2027 മെയ് ജൂൺ മാസം വരെ ശനി അവിടെ തന്നെ തുടരും. 9, 10 ഭാവങ്ങളുടെ അധിപനായ ശനി 11ാം ഭാവവുമായി ബന്ധപ്പെടുന്നത് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. 2027 മെയ് മാസത്തിനു മുൻപായി നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ വലിയ പദവികളിലേക്ക് ഉയർത്തപ്പെടാനോ ഈ സമയം സഹായിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടം അല്ലെങ്കിൽ ഓഫീസ് അന്തരീക്ഷം തന്നെ ആകെ മാറിയേക്കാം. നിലവിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ കാലയളവിൽ മികച്ചൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നതും ഇതിന് കൂടുതൽ ബലം നൽകുന്നു. ചുരുക്കത്തിൽ 2027 മെയ് മാസത്തിനു മുൻപ് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉറപ്പായും ഉണ്ടാകും. ഇനി 2027 ജൂൺ മാസത്തിൽ ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2027 ജൂൺ മുതൽ 2030 ഏപ്രിൽ വരെയുള്ള 2.5 വർഷക്കാലം ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക. 12ാം ഭാവം യാത്രകളെയും വിദേശത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള മികച്ച അവസരങ്ങൾ ഒത്തുവരും. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2027 ജൂണിന് ശേഷം മികച്ച അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ഭാഗ്യം വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെയായിരിക്കും തെളിയുക. നിങ്ങൾ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ദൂരെ മാറി ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ ഈ 2.5 വർഷം നിങ്ങൾക്ക് കരിയറിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. എന്നാൽ ഈ കാലയളവിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്തതും ഫലമില്ലാത്തതുമായ യാത്രകൾ കാരണം അനാവശ്യ ചെലവുകൾ ഉണ്ടായേക്കാം. കാലുകളുമായി ബന്ധപ്പെട്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ പെട്ടെന്ന് ശാരീരിക ക്ഷീണമോ തോന്നാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം ഈ സമയത്ത് നിയന്ത്രിക്കണം. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് പതിക്കുന്നത് കൊണ്ട് സംസാരത്തിൽ കടുത്ത നിയന്ത്രണം വേണം. 7.5 ശനിയുടെ ആദ്യഘട്ടമായതിനാൽ കുടുംബാംഗങ്ങളുമായി യാതൊരു കാരണവശാലും തർക്കത്തിലോ വഴക്കുകളിലോ ഏർപ്പെടരുത്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയമായതിനാൽ അവ സംയമനത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഗ്രഹമാറ്റങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 5 വർഷത്തിനിടയിൽ രാഹുവും കേതുവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. 2026 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ രാഹു നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷപ്രകാരം 10ാം ഭാവത്തിലെ രാഹു കരിയറിന് വലിയ രീതിയിലുള്ള ഉന്മേഷം നൽകും. നിങ്ങൾ IT, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ മേഖലകൾ,
അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികൾ എന്നിവ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കും. കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന സ്മാർട്ട് വർക്ക് ചെയ്യാൻ രാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഏജന്റായോ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഈ 2026 ഡിസംബർ വരെയുള്ള സമയം നിങ്ങൾക്ക് കരിയറിൽ വലിയ ഉയർച്ചയും മികച്ച വിജയങ്ങളും സമ്മാനിക്കും. വലിയൊരു മാറ്റം നടക്കുന്നത് 2026 ഡിസംബർ 6-നാണ്. അന്നേ ദിവസം രാഹു മകരം രാശിയിലേക്ക്, അതായത് നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. അതോടൊപ്പം കേതു നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കും മാറും. 2028 ജൂലൈ വരെയുള്ള 1.5 വർഷക്കാലം രാഹു ഇവിടെയാണ് തുടരുക. രാഹു 9-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളിൽ ചിലപ്പോഴൊക്കെ ചെറിയ താമസമോ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും, പക്ഷെ അല്പം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മറികടന്നുകൊണ്ടായിരിക്കും അത് സംഭവിക്കുക. 9-ാം ഭാവം പിതാവിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് അച്ഛനുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴക്കുകൾക്കും മുതിരരുത്. അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹു ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ മംഗളകർമ്മങ്ങളോ, ഉദാഹരണത്തിന് പുതിയ വീട്, വലിയ ബിസിനസ് തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ധൃതിയും കാണിക്കരുത്. മുതിർന്നവരുടെ ഉപദേശം തേടി നന്നായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. 2028 ജൂലൈ മാസത്തിൽ രാഹു വീണ്ടും മാറി നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഈ സമയം കേതു നിങ്ങളുടെ 2-ാം ഭാവത്തിലായിരിക്കും ഉണ്ടാവുക. 2029 മുഴുവൻ ഈ അവസ്ഥ തുടരും. ഈ കാലയളവ് ചില പ്രത്യേക മേഖലകളിലുള്ളവർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകും. 8-ാം ഭാവം നിഗൂഢതകളുടെ ഭാവമാണ്. അതുകൊണ്ട് ജ്യോതിഷം, ഗൂഢശാസ്ത്രങ്ങൾ, ഗവേഷണങ്ങൾ എന്നിവ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ മികച്ചതാണ്. നിങ്ങളുടെ ആഴത്തിലുള്ള ജ്ഞാനവും ചിന്താശേഷിയും വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. 2-ാം ഭാവത്തിൽ കേതു വരുന്നത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനും കാര്യപ്രാപ്തിയുള്ളവനുമാക്കും. നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേക ആകർഷണീയതയും ചാതുര്യവും പ്രകടമാകും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കരിയറിലും ജീവിതത്തിലും വലിയ പുരോഗതി ഈ സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. തുടർന്ന് 2030 ആകുന്നതോടെ രാഹു നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കെത്തും. 7-ാം ഭാവം എന്നത് ബിസിനസ് പങ്കാളിത്തത്തെയും വിവാഹ ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ചേർന്ന് പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യാനോ ഉള്ള നല്ല അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസക്കുറവോ ചെറിയ തെറ്റിദ്ധാരണകളോ വരാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ രാഹുവിന്റെയും കേതുവിന്റെയും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ സ്മാർട്ട് വർക്കുകൾ ചെയ്യാനും പുതിയ അറിവുകൾ നേടാനും സഹായിക്കുമെങ്കിലും കുടുംബജീവിതത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്പം ക്ഷമയും മുൻകരുതലും അത്യാവശ്യമാണ്. ഇനി നമുക്ക് ദേവഗുരുവായ വ്യാഴത്തിന്റെ ഗ്രഹചാര ഫലങ്ങളിലേക്ക് കടക്കാം. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരാനിരിക്കുന്ന 2030 വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴത്തിന്റെ ഈ ഗ്രഹമാറ്റങ്ങൾ ഇടവൻ രാശിക്കാർക്ക് പൊതുവെ വളരെ അനുകൂലവും സദ്ഫലങ്ങൾ നൽകുന്നതുമാണ്. വരാനിരിക്കുന്ന 2026 ജൂൺ മാസത്തിൽ വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് മാറും. തുടർന്ന് 2027 4-ാം ഭാവത്തിലേക്കും 2028 5-ാം ഭാവത്തിലുമായി വ്യാഴം സഞ്ചരിക്കും. നിങ്ങളുടെ 3, 4, 5 ഭാവങ്ങളിലൂടെയുള്ള വ്യാഴത്തിന്റെ ഈ ശുഭസഞ്ചാരം ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത 3 അല്ലെങ്കിൽ 4 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പുതിയൊരു വീടോ വസ്തുവോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങാൻ സാധിക്കും. പ്രോപ്പർട്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ഇടപാടുകൾ ലാഭകരമായി പൂർത്തിയാക്കാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. ഇടവൻ രാശിക്കാരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്
ഈ സമയം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് 2027, 2028 വർഷങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ നല്ലതാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിലും കരിയറിലും വലിയ പുരോഗതിയും വിജയങ്ങളും ഉണ്ടാകും. വിവാഹിതരായ ദമ്പതികൾ കുട്ടികൾക്കായി ഫാമിലി പ്ലാനിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് 2027ഉം 2028ഉം. വ്യാഴത്തിന്റെ പൂർണ്ണാനുഗ്രഹമുള്ളതുകൊണ്ട് ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ നടക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും. വരാനിരിക്കുന്ന ഈ 4-5 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇതിനിടയിൽ ശനിയുടെ സ്വാധീനം കാരണം ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ശനി ഭഗവാൻ 11ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ 5ാം ഭാവത്തെ അഥവാ പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 2027 ജൂൺ മാസം ശനി 12ാം ഭാവത്തിലേക്ക് മാറുന്നതുവരെ ഈ ദൃഷ്ടി തുടരും. അതുകൊണ്ട് അത്രയും കാലം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചെറിയ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് അല്പം ശാഠ്യ സ്വഭാവം കൂടിയെന്ന് വരാം. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വാശി പിടിക്കാനും അതുവഴി ബന്ധങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ 2027 ജൂണിൽ ശനി ഈ ഭാവത്തിൽ നിന്ന് മാറുന്നതോടെയും വ്യാഴം 5ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെയും പ്രണയബന്ധങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും മാറി വലിയ രീതിയിലുള്ള സമാധാനവും പുരോഗതിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികളുടെ കാര്യമെടുത്താൽ പൊതുവെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വളരെ നല്ലൊരു സമയമാണിത്. എന്നാൽ ഇതിനിടയിൽ രാഹുവിന്റെ ഒരു പ്രത്യേക മാറ്റം കാരണം ചെറിയൊരു കാലയളവിൽ മാത്രം നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് വരുന്നത് 2026 ഡിസംബർ മുതൽ 2028 ജൂൺ വരെയാണ്. ഈ 1.5 വർഷക്കാലം പഠനത്തിന്റെ കാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കുകയില്ല. ശ്രദ്ധക്കുറവ്, അലസത എന്നിവയുണ്ടായേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് പഠനകാര്യങ്ങളിൽ ഒട്ടും ധൃതി കൂട്ടരുത്. കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകണം. എന്നാൽ ഇതിനു മുൻപുള്ള സമയവും ശേഷമുള്ള സമയവും നിങ്ങൾക്ക് മികച്ചതാണ്. അതായത് 2026 ഡിസംബറിന് മുൻപും 2028 ജൂൺ മാസത്തിന് ശേഷവും നിങ്ങളുടെ പഠനം വളരെ മികച്ചതായിരിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം നേടാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് ഏവരും ഭയപ്പെടുന്ന 7.5 ശനിയെക്കുറിച്ച് സംസാരിക്കാം. ഇടവൻ രാശിക്കാർക്ക് 7.5 ശനി ആരംഭിക്കാൻ പോകുന്നത് 2027 ജൂണിലാണ്. ഇത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. ദീർഘകാലത്തിന് ശേഷം വരുന്ന ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകം മനസ്സിൽ വിചാരിക്കണം. 7.5 ശനിക്കാലത്ത് യാതൊരു കാരണവശാലും നിയമവിരുദ്ധമായ കാര്യങ്ങളിലോ അധർമ്മപരമായ പ്രവൃത്തികളിലോ അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകളിലോ പോയി ചാടരുത്. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ശ്രദ്ധിക്കുക. 7.5 ശനി എന്ന് കേട്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം ശനിദേവൻ എപ്പോഴും 2 പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യർക്ക് ഫലം നൽകുന്നത്. ഒന്ന്, നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ശനി എപ്പോഴും നല്ല ഫലം മാത്രമേ തരികയുള്ളൂ. 2, നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ അവസ്ഥയാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരുന്നത് കുറയും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാവുകയും അതോടൊപ്പം നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം വളരെ ദുർബലമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് 7.5 ശനി ദോഷകരമായി ബാധിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാവുക, കടബാധ്യതകളും ചിലവുകളും അനിയന്ത്രിതമായി കൂടുക, എപ്പോഴും കടുത്ത ശാരീരിക ക്ഷീണം അനുഭവപ്പെടുക, എത്രയൊക്കെയും കഠിനാധ്വാനം ചെയ്താലും അതിൻ്റെയൊന്നും ഫലം കൃത്യമായി ലഭിക്കാതിരിക്കുക എന്നിവ സംഭവിക്കൂ. വരാനിരിക്കുന്ന 7.5 ശനിക്കാലത്തെയും മറ്റ് ഗ്രഹദോഷങ്ങളെയും മറികടക്കാൻ നമ്മൾ എന്തൊക്കെ ജ്യോതിഷ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിനി നോക്കാം. നിങ്ങളുടെ ഭാഗ്യത്തിന്റെയും കരിയറിന്റെയും അധിപൻ ശനി ഭഗവാനായതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ശനീശ്വര സ്തോത്രം ജപിക്കുക എന്നതാണ്. ഇത് ദിവസവും 108 തവണ ജപിക്കുന്നത് ജോലിയിലും ജീവിതത്തിലുമുള്ള തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ജ്യോതിഷപ്രകാരം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനിദോഷങ്ങൾ ബാധിക്കില്ല എന്നാണ് വിശ്വാസം.
അതിനാൽ ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് 7:30 ശനിക്കാലത്തെ കടുത്ത മാനസിക വിഷമങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകും. ഇടവൻ രാശിക്കാരുടെ അടുത്ത 5 വർഷത്തെക്കുറിച്ചുള്ള ഈ ജ്യോതിഷ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.